Hello friends, what's up? My name is Sajir. Welcome back to Creatopi. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റം PSD മോക്കപ്പ് ആണ്. നമുക്കറിയാം നോർമലി നമ്മൾ ഡിസൈനേഴ്സ് പല വെബ്സൈറ്റൊന്നും PSD മോക്കപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ടീഷർട്ട് ആയിക്കോട്ടെ, പല ഡിസൈൻ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, നമ്മൾ എന്താക്കാറുണ്ട് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. PSD മോക്കപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മളെ വർക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ നമ്മളെ ക്യാമറ വെച്ചെടുത്ത ഒരു ഫോട്ടോ നമുക്ക് എങ്ങനെ PSD മോക്കപ്പ് ആക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, ഇത് ചെയ്യാൻ പോകുന്നത് അഡോബി ഫോട്ടോഷോപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കാം. ഫോട്ടോഷോപ്പ് CC ആണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഫോട്ടോഷോപ്പ് CC ഞാൻ ഓപ്പൺ ആക്കാൻ പോവാണ്. ഈ ഒരു ഇമേജാണ് നമ്മൾ PSD മോക്കപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താക്കാം, റൈറ്റ് ബട്ടൺ ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വർക്ക് സ്പേസ് റീസെറ്റ് ചെയ്യാം. അതായത് വിൻഡോയിൽ വർക്ക് സ്പേസ് പോയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഡിഫോൾട്ടായിട്ടുള്ള ഫോട്ടോഷോപ്പിൻ്റെ റീസെറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടും. ലെയറിനെ ഞാൻ അവിടെ ആഡ് ചെയ്യാണ്. കാരണം ലെയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലാതെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാൻ പോവാണ്. ഇമേജ് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാം. ഒരു കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ലെയർ എടുക്കുക. പുതിയൊരു ലെയർ എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പിൻ്റെ ഞാൻ ഈ റെഡിൽ മാർക്ക് ചെയ്ത ഈ സെക്ഷന് നമ്മൾ PSD നമ്മൾ ഒരു മോക്കപ്പിലേക്ക് മാറ്റാൻ പോകാം. അപ്പോൾ നമ്മളതായ ഡിസൈൻ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മളിപ്പോൾ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തതിന് ശേഷം പുതിയ ലെയർ ആഡ് ചെയ്യുക ഇവിടുന്ന്. അതിന് ശേഷം നമുക്ക് ഒരു ഏകദേശം ഒരു സ്ക്രീൻ സൈസിൽ വരുന്ന ഒരു പ്രൊപ്പോർഷനിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യാം. ഓക്കെ, ഇത് മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു HD സ്ക്രീൻ റെസൊല്യൂഷൻ എടുക്കാം. അതായത് 1920 1080 എടുത്താലും മതി. അപ്പോൾ കറക്റ്റ് പ്രൊപ്പോർഷൻ സ്ക്രീൻ വരും. നോർമലി മാക്ബുക്കിലൊക്കെ വരുന്ന ഒരു റെസൊല്യൂഷൻ അങ്ങനെ തന്നെ എടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിന് ആദ്യം സെയിം പ്രൊപ്പോർഷനിൽ ലോക്ക് ചെയ്തതിന് ശേഷം സെയിം പ്രൊപ്പോർഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു, സൈസ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ലെയറിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ കുറച്ച് കൊടുത്തു, കാരണം എനിക്ക് ബാക്കിലുള്ള സ്ക്രീൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ യൂസ് ചെയ്തിട്ട്, അതായത് മാക്കിലാണെങ്കിൽ കമാൻഡും വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ യൂസ് ചെയ്തിട്ട് ഈ നോഡ് വെച്ചിട്ട് നമ്മൾ എന്താകുമ്പോൾ കറക്റ്റ് സ്ക്യൂ ചെയ്യുക. ഇത് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ആക്കാണ് സ്ക്യൂ ചെയ്യുക എന്നാണ് പറയുക. അപ്പം നമ്മൾ ആ സ്ക്രീനിൻ്റെ ആ ഒരു ഡിസ്പ്ലേ വരുന്ന ആ ഒരു പോർഷനിൽ കറക്റ്റ് എന്താക്കുക, സ്ക്യൂ ചെയ്തിട്ട് നമ്മൾ ഓരോ പോയിൻ്റ് നമ്മൾ കറക്റ്റ് കൊണ്ടുപോയി വെക്കുക. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ റെക്റ്റാങ്കിൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ പ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം സ്മാർട്ട് ഒബ്ജക്റ്റ് ചെയ്തതിന് ശേഷം സ്ക്യൂ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നമ്മളൊരു ഏകദേശം ആ ഒരു സ്ക്രീനിൻ്റെ ഡിസ്പ്ലേ വരുന്ന ആ ഒരു രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ്.
ഇനി നമുക്ക് ആ ഓപ്പോസിറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം കണ്ടോ, ആ ഒരു ഡിസ്പ്ലേ കറക്റ്റ് അതിൽ വരുന്ന രീതിയിൽ നമ്മൾ റെക്റ്റാങ്കിൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഡിസൈനാണ് ഇവിടെ കൊണ്ടുവയ്ക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. അവിടെ നമുക്ക് എന്താക്കാം, നമ്മൾ ഡിസൈന് പ്ലേസ് ചെയ്യാൻ പോകാം. നമ്മൾ എന്ത് ഡിസൈനോ പ്ലേസ് ചെയ്തോ അത് നമുക്ക് ആ ലാപ്ടോപ്പിൻ്റെ ഉള്ളിലായിട്ട് കാണാൻ പറ്റും. അതാണ് ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിക്കാം. ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാം. കഴിഞ്ഞാൽ അത് നമ്മൾ ഡിസ്പ്ലേയിൽ വരും. അപ്പോൾ നമ്മൾ എന്തോ ആ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ചെയ്യുന്നു അത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവിടെ ഞാനൊരു ലോഗിൻ സ്ക്രീൻ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഒരു ലോഗിൻ സ്ക്രീൻ ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ആ പ്രൊപ്പോർഷനിൽ സൈസ് ഇൻക്രീസ് ചെയ്യാം. ലോക്ക് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് വെച്ചിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ സ്ക്യൂ ചെയ്യാതെ നമുക്ക് കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഇൻക്രീസ് ആവും. ഇനി സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു സ്ക്രീന് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സ്ക്രീൻ അതുപോലെ ഈ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് ഷാഡോ ആണ് ആവശ്യം. അപ്പം ജസ്റ്റ് ഒരു പുതിയൊരു ലെയർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് ഈ റൈറ്റ് കോർണറിൽ കൊടുക്കുക. അതൊരു ഷാഡോൻ്റെ കുറച്ച് ഷാഡോ വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു റിയാലിറ്റി കറക്റ്റ് ഫീൽ ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, അപ്പോൾ അവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് നമ്മൾ ലൈറ്റിനനുസരിച്ചിട്ട് കുറച്ച് ഷാഡോ കുറച്ചാണ്. ഓക്കെ, നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യാം, JPG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫയലിൽ സേവാസിൽ JPG ചൂസ് ചെയ്തു. നമുക്കിനി പ്രിവ്യൂ കാണാം. ഇപ്പോൾ കണ്ടോ, പ്രിവ്യൂ ഉണ്ടോ? ഇതുപോലെ നമുക്ക് മനോഹരമായിട്ട് നമുക്ക് ഏത് എന്താ പറയുക ഇമേജസും ഇതുപോലെ PSD Mockup ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നമ്മളതായ ഫോട്ടോസ് നമുക്ക് എന്താക്കാം PSD Mockup ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അത് നമുക്ക് തന്നെ റീയൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. സി യു, ബൈ.